ഇവിടം വരെ എത്തിയുള്ളൂ. അല്ല, മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ? ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി. നിന്റെയൊക്കെ സൗകര്യത്തിന് എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യങ്ങളെ സ്വല്പം നോക്കിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തറ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ സക്രിയ. പോണവരൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. മദ്യം അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർഡിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക, പോരുന്നുണ്ടോ? വക്കീലേ, ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല, അത് ശരിയാവില്ല. അവനങ്ങ് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് നിന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണെന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണമെന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും. വാ. മാളമ്മയുടെ നല്ല സമയം. കറിയച്ച, അവര് പറഞ്ഞ കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിട്ടില്ല. പാടും.
പാടുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്നാ തോന്നുന്നു. അതിനെന്താ വക്കീലത്തെ അല്ലേ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം അയ്യോ. ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആണെന്നാ തോന്നുന്നത്. ഉറപ്പില്ല, കയറണ്ട. ഒന്ന് കേറി എന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാ പോലെ. ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നല്ലേ? മാളുവമ്മയുടെ വീട്
മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ ഇരി ഇരി ഞാനും വരട്ടെ. ഞാനും വരിക. ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ. ഗൗരിക്കുട്ടിയാണ്. മാളുവമ്മ മാളുവമ്മ ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കൂ ഗൗരിക്കുട്ടി. ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുവമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലേ? വരുന്നേ. ഓ. കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ. മോശം. മാളുവമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം. ദേ ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഇടാം. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് വളയും. ഇറങ്ങിയാൽ? ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ, പറഞ്ഞു വെക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ. മാളുവമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. പിന്നെയും കുഴപ്പമില്ല. അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അല്ല നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെസക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി. ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ആ ചാകാൻ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി. വാ.